ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ബേസ്ഡ് ഓൺ PYQ ചാപ്റ്റർ അയോണിക് ഇക്വിലിബ്രിയം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കെമിക്കൽ ഇക്വിലിബ്രിയം ചെയ്തിട്ടുണ്ട്. അതിന്റെ മുന്നേ തെർമോഡൈനാമിക്സും കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് അയോണിക് ഇക്വിലിബ്രിയത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എല്ലാം ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ 2024 തൊട്ട് ലാസ്റ്റ് വരെ, അതായത് നിങ്ങൾ നീറ്റ് 2016 വരെ എല്ലാ ക്വസ്റ്റ്യനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഇത് നീറ്റ് 2024 ചോദിച്ചിട്ടുള്ള റീ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. The ratio of solubility of AgCl in 0.1 molar KCl solution to the solubility of AgCl in water. ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യം? സോലുബിലിറ്റി പ്രൊഡക്റ്റ്, അതായത് അയോണിക് ഇക്വിലിബ്രിയത്തിൽ ഏറ്റവും മെയിൻ ടോപ്പിക്കാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ഇയറിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റിന് ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയോണിക് ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എന്ത്? സോലുബിലിറ്റി പ്രൊഡക്റ്റ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എനിക്ക് 3 to 4 ക്വസ്റ്റ്യൻസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എന്ത്? സോലുബിലിറ്റി പ്രൊഡക്റ്റ്. മറക്കരുത്, എന്തായാലും പോയിട്ട് എന്ത് ചെയ്യണം, ആ ഭാഗം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അതായത് AgCl നിങ്ങൾ 0.1 മോളാർ KCl സൊല്യൂഷനിൽ ആഡ് ചെയ്താലുള്ള സോലുബിലിറ്റിയും അതേപോലെ നോർമൽ വാട്ടറിൽ AgCl ആഡ് ചെയ്താലുള്ള സോലുബിലിറ്റിയും കണ്ടുപിടിച്ചിട്ട് അതിന്റെ റേഷ്യോ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ചെയ്യുക? ഇതിന്റെ സൊല്യൂഷനൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, ഇത് AgCl, അതായത് Ag+ കിട്ടും, അതേപോലെ Cl- കിട്ടും. അത് നോർമൽ AgCl ആണ്. 0.1 മോളാർ KCl അവിടെ വരുന്നില്ല, ആ വാട്ടറിലുള്ള AgCl ആണ് ആദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ കാസ്മിന്റെ ഇക്വേഷൻ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- അല്ലേ? ആണ്. കോൺസെൻട്രേഷൻ ഓഫ് Ag+ എന്താ? ഇത് S ആണെങ്കിൽ ഇതും S അല്ലേ, കാരണം രണ്ടിന്റെയും കോഎഫിഷ്യന്റ് 1 അല്ലേ. അപ്പം S ഇൻറ്റു S, അപ്പം എന്ത് കിട്ടും? S² കിട്ടും. ആ S² ആണ് എന്ത്? 10⁻⁻10 എന്ന് അവർ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് AgCl ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആ S² ആണ് എന്ത്? 10⁻⁻10. അപ്പൊ S = എന്താ? 10⁻5 കിട്ടി. ഇനി നമ്മൾ AgCl എവിടെ ആഡ് ചെയ്യുക? KCl ആഡ് ചെയ്യുക. അപ്പൊ AgCl KCl ആഡ് ചെയ്യുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലേ, കോമൺ അയോൺ എഫക്റ്റ്. അതായത് AgCl ഒരു Cl- ഇവിടെ KCl ഒരു Cl- ഉണ്ട്. ഇപ്പൊ രണ്ടിലും കോമൺ ആയിട്ടൊരു അയോൺ വരുന്നുണ്ട്. ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാ കോമൺ അയോൺ എഫക്റ്റ് പറയാം. അപ്പൊ AgCl സ്പ്ലിറ്റ് ചെയ്ത Ag+ കിട്ടും, Cl- കിട്ടും. ഇയാളുടെ സോലുബിലിറ്റി S ആണെങ്കിൽ അവിടെ ഒരു Ag+ ഒരു Cl-, അതായത് ഇതും S ആയിരിക്കും, ഇതും എന്തായിരിക്കും? S തന്നെ ആയിരിക്കും. എടാ, KCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റാ. എടുത്ത KCl മൊത്തം ചെയ്യും, മൊത്തം സോലുബിൾ ആവും. അപ്പൊ 0.1 മോളാർ എടുത്താൽ 0.1 മോളാർ എന്ത് കിട്ടും? Cl- കിട്ടും. അപ്പൊ ഇതിന്റെ കാസ്മിന്റെ ഇക്വേഷൻ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- അല്ലേ? ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് Ag+ എന്താ? S ആണ്. ഞാൻ ഇവിടെ S എഴുതി വെച്ചു. കോൺസെൻട്രേഷൻ ഓഫ് Cl- എന്താ? ഇവിടെ Cl- S ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ നിന്നും Cl- കിട്ടുന്നുണ്ടല്ലോ, അത് 0.1 അല്ലേ. അപ്പൊ S+0.1 എഴുതണം കോൺസെൻട്രേഷൻ ഓഫ് Cl-ൽ. മക്കളെ, ഇയാൾ സ്പാരിംഗ്ലി സോലുബിൾ സാൾട്ടാ. സോലുബിലിറ്റി വളരെ കുറവാണ്, അതായത് S വളരെ കുറവായിരിക്കും. അതായത് 0.1 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ S ഈസ് വെരി മച്ച് ലെസ് ദാൻ 0.1 ആയിരിക്കും. അപ്പൊ S-നെ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നെഗ്ലക്ട് ചെയ്യാം. അപ്പം S+0.1 0.1 ആയിട്ട് തന്നെ എഴുതാം. അപ്പം ഇതെന്താ? S ഇൻറ്റു 0.1 = KSP. ആൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 10⁻10. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ S കണ്ടുപിടിച്ചാൽ 10⁻9 കിട്ടുക. അപ്പം വാട്ടറിലുള്ള സോലുബിലിറ്റി 10⁻5 ആണ്. KCl AgCl സോലുബിലിറ്റി 10⁻9 ആണ്. അപ്പോൾ റേഷ്യോ എന്താ? 10⁻9/10⁻5 ചെയ്താൽ 10⁻4 കിട്ടും. ആ ഒരു ഓപ്ഷൻ ഇതിലുണ്ടാവും, പോയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. നിർബന്ധമായിട്ടും സോലുബിലിറ്റി പ്രൊഡക്റ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചോ ആ ഭാഗം എല്ലാം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം, റെഫർ ചെയ്ത് പഠിക്കാം. അടുത്തത് ബഫറിന് ചോദ്യം ബഫറിനും ഒരു ഏകദേശം 2 to 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പം ബഫറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോലുബിലിറ്റി പ്രൊഡക്റ്റ് ആണ്. പിന്നെയാണ് ബഫറിലോട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നീങ്ങിപ്പോവുക കേട്ടോ. അപ്പോൾ അസിഡിക് ബഫർ. എന്താ അസിഡിക് ബഫർ എന്ന് വെച്ചാൽ? എന്താ പഠിച്ചിട്ടുണ്ട്? അസിഡിക് ബഫർ എന്ന് വെച്ചാൽ വീക്ക് ആസിഡും അയാളുടെ സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസും. അതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഈ ഒരു വീക്ക് ആസിഡും അയാളുടെ സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് വീക്ക് ആസിഡാ, ഇയാളുടെ സാൾട്ട് വിത്ത് ഒരു സ്ട്രോങ് ബേസ് പറഞ്ഞ NOH സ്ട്രോങ് ബേസാ. അപ്പൊ ഇയാളുടെ സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്, അപ്പൊ അതായത് NOHും ഇയാളും റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ആളെന്താ? CH3CON അല്ലേ. അപ്പൊ വീക്ക് ആസിഡും ഇയാളുടെ സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസും, ഇതൊരു അസിഡിക് ബഫർ. ഇനിയിപ്പോ ബേസിക് ബഫർ ആണെങ്കിലോ, വീക്ക് ബേസും അയാളുടെ സാൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡും. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അസിഡിക് ബഫർ. അതായത് ഏത് മാർക്ക് ചെയ്യാം? വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസ്. ഓപ്ഷൻ A ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക.
ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അസിഡിക് ബഫർ എന്താണെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബേസിക് ബഫർ എന്താണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ 2-3 എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പോയിട്ട് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് പി എച്ച് എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പി എച്ചിൽ നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ റിവിഷൻ ചെയ്ത് പഠിക്കണം. അതായത് അസെറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നിട്ടുണ്ട്, പി എച്ച് ആണ് ചോദ്യം. പി എച്ച് മീൻസ് എന്താ, -log H+ അല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ H+ന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ പോരെ. അപ്പോൾ നമുക്കറിയാം CH3COH ഇതൊക്കെ നിങ്ങൾ കുറേ തവണ കേട്ടതാ. ഇയാളുടെ കോൺസെൻട്രേഷൻ C, ഇനീഷ്യലി ഇയാളും ഇല്ല. എടാ ഒന്നിൽ നിന്ന് എത്ര പോയി, അതിനെ വിളിക്കുന്ന പേരാണ് ആൽഫ. 1 മോളാർ ആണെങ്കിൽ അതിൽ നിന്ന് ആൽഫ പോകും. അപ്പോൾ 2 ആണെങ്കിലോ 2 ആൽഫ പോകും. അപ്പോൾ C ആണെങ്കിലോ C ആൽഫ പോകും. അപ്പോൾ ഇവിടുന്ന് C ആൽഫ പോയാൽ ഇതിന്റെ കോഷ്യന്റ് 1 അല്ലേ. അപ്പോൾ ഇവിടെയും C ആൽഫ കിട്ടും, ഇവിടെയും C ആൽഫ കിട്ടും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്താ, C ആൽഫയാണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ എന്താ, C ആൽഫയാണ്. ക്വസ്റ്റ്യനിൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ആൽഫയും തന്നിട്ടുണ്ട്. ആൽഫ എത്ര, 1% അയോണൈസ്ഡ് എന്ന്, അതായത് 1/100 ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ തന്നു, ആൽഫയും തന്നു. H+ന്റെ കോൺസെൻട്രേഷൻ കിട്ടി, കാരണം H+ന്റെ കോൺസെൻട്രേഷൻ ആണ് C ആൽഫ. സിയും ആൽഫയും തന്നിട്ടുണ്ട്. H+ന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ പി എച്ച് കണ്ടുപിടിക്കാൻ വല്ല പണിയുണ്ടോ, -log H+ ചെയ്താൽ പോരെ. അപ്പോൾ ആൻസർ കിട്ടും. ആ ആൻസർ പോയിട്ട് മാർക്ക് ചെയ്യാം. ആൻസർ എന്തായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം, ഈ ഒരു കൺസെപ്റ്റ് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, റെഡിയാക്കി പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് നോക്കിക്കേ, pH of solution containing 50 ml each of 0.1 molar sodium acetate and 0.01 molar acetic acid. ഇതൊരു ബഫർ ചോദ്യം തന്നെയല്ലേ. ആണ്. അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡാ. അയാളുടെ സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് അല്ലേ. സോഡിയം അസറ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഞാൻ നേരത്തെ കാണിച്ചെന്ന എക്സാമ്പിളാ CH3CON. CH3CON എങ്ങനെ കിട്ടിയത്, CH3COHും NaOHും റിയാക്ട് ചെയ്താലല്ലേ. CH3COH വീക്ക് ആസിഡ് അല്ലേ, NaOH സ്ട്രോങ് ബേസ് അല്ലേ. അപ്പോൾ വീക്ക് ആസിഡും അയാളുടെ സാൾട്ട് വിത്ത് സ്ട്രോങ് ബേസും. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ബഫറാ, അസിഡിക് ബഫറാ. അപ്പോൾ അസിഡിക് ബഫറിന്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാ. അപ്പോൾ അസിഡിക് ബഫറിന്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. pK + log salt by acid. സാൾട്ടിന്റെ കോൺസെൻട്രേഷനും ആസിഡിന്റെ കോൺസെൻട്രേഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. pKയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്താൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ അല്ലാണ്ട് വല്ല ടെസ്റ്റ് ചെയ്ത ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെ. ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം, അസിഡിക് ബഫറിന്റെയും ബേസിക് ബഫറിന്റെയും ഇക്വേഷൻസ് എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കണം. അതിൽ ഓരോ ടേമും എന്താണെന്ന് മനസ്സിലാക്കണം. അതൊക്കെ എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചൊരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടി, അത്രയേ ഉള്ളൂ. സാൾട്ട് ആരാ, ഇയാള് സാൾട്ടാണെന്നും ഇയാള് ആസിഡാണെന്നും തിരിച്ചറിയണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൈലിൽ പഠിച്ച കുട്ടികൾക്ക് ഇതിന്റെ ഏത് ചോദ്യം വന്നാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. അടുത്ത ചോദ്യം, ഇതെന്താ, pKb ഓഫ് ഡൈമീത്തലമീൻ. ഡൈമീത്തലമീൻ ഒരു വീക്ക് ബേസ് ആൻഡ് pK ഓഫ് അസറ്റിക് ആസിഡ്, അതെന്താ ഒരു വീക്ക് ആസിഡ് തന്നിട്ടുണ്ട്. ദ കറക്റ്റ് ഓപ്ഷൻ ഓഫ് pH ഓഫ് ഡൈമീത്തൽ അമോണിയം അസറ്റേറ്റ്, അതായത് ഇവർ രണ്ടാളും മിക്സ് ചെയ്തു. ഇതെന്താ മക്കളെ, അതായത് വീക്ക് ആസിഡും വീക്ക് ബേസും കമ്പൈൻ ചെയ്തിട്ട് കിട്ടിയ സാൾട്ടിന്റെ ഹൈഡ്രോളിസിന്റെ pH ആണ് ചോദ്യം അല്ലെ. വീക്ക് ബേസ് വീക്ക് ആസിഡ് അത് തമ്മിൽ മിക്സ് ചെയ്ത ആ ഒരു സൊല്യൂഷന്റെ pH ആണ് ചോദ്യം. പഠിച്ചതല്ലേ നിങ്ങൾ, ഇങ്ങനത്തെ ഒരു ടേബിൾ പഠിച്ചതല്ലേ, പഠിച്ചിട്ടുണ്ട്. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് കമ്പൈൻ ചെയ്ത സാൾട്ടിന്റെ ഹൈഡ്രോലൈസിസിന്റെ ഇക്വേഷൻ, വീക്ക് ബേസും സ്ട്രോങ് ആസിഡും കമ്പൈൻ ചെയ്ത് കിട്ടിയ സാൾട്ടിന്റെ ഹൈഡ്രോളിസിസിന്റെ pHന്റെ ഇക്വേഷൻ, വീക്ക് ആസിഡും വീക്ക് ബേസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് കിട്ടിയ ആ ഒരു സാൾട്ടിന്റെ ഹൈഡ്രോളിസിസ് ചെയ്താൽ അതിന്റെ pHന്റെ ഇക്വേഷൻ. ഇത് മാത്രമേ NCERT കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ഇക്വേഷൻ മാത്രമേ NCERTയിലുള്ളൂ. ഇതൊന്നും ഇക്വേഷൻ NCERT കൊടുത്തിട്ടില്ല. ചോദിച്ചത് നോക്കിക്കേ, ചോദ്യം ഇത് തന്നെ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഇതൊന്നും ചോദിച്ചിട്ടില്ല. ചോദ്യം ഇത് തന്നെ കറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് NCERTയിലുണ്ട്. എന്താ ഈ ചോദ്യം എങ്ങനെ വരിക, ഒരു വീക്ക് ആസിഡും വീക്ക് ബേസും തമ്മിൽ കമ്പൈൻ ചെയ്തൊരു സാൾട്ട് തരും, അതിന്റെ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷന്റെ pH ചോദിക്കും. അപ്പോൾ ഈ ഇക്വേഷനാ യൂസ് ചെയ്യണ്ടേ. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് pKയും തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ pKയും ഇതിന്റെ pKയും തന്നിട്ടുണ്ട്. pH ആണ് ചോദ്യം. ഡയറക്റ്റ് NCERTയിലുള്ള ഇക്വേഷൻ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ആലോചിക്കാൻ പോലും ഇല്ല. കണ്ടു, അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ തന്നിട്ട് ഇക്വേഷനിൽ പോയി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് ആക്ച്വലി എളുപ്പമുള്ള ഭാഗമാണ് ആക്ച്വലി. അപ്പം ആൻസർ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. എളുപ്പം സൊല്യൂഷൻ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. pKയും തന്നിട്ടുണ്ട്, പോയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, ആൻസർ കൂളായിട്ട് കിട്ടും. ഓക്കെ, അത് നോക്കിക്കേ. അപ്പോൾ ബഫറിന് നല്ലപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടേ. അപ്പോൾ ആ കാര്യം, അപ്പോൾ ബഫർ
പിന്നെ ഇത് സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ്, ആ 2 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ pH കണ്ടുപിടിക്കുന്ന കാര്യം, ആ 3 ഭാഗമാണ് മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് വരാറുള്ളത് കേട്ടോ. കണ്ടില്ലേ, വീണ്ടും സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഫൈൻഡ് ദ സോല്യൂബിലിറ്റി ഓഫ് നിക്കൽ ഹൈഡ്രോക്സൈഡ് ഇൻ 0.1 മോളാർ NaOH. ഇതും ഒരു കോമൺ അയൺ എഫക്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ അയോണിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ KSP വന്നിട്ടുണ്ട്. ഇതിന്റെ അയോണിക് പ്രൊഡക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. സോല്യൂബിലിറ്റി ഇവിടെ നമുക്ക് അയോണിക് പ്രൊഡക്റ്റിന് തൽക്കാലം ഇവിടെ KSP ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് ആക്ച്വലി QSP തന്നിട്ടുള്ളത്. അപ്പൊ QSP ഈക്വൽ ടു KSP വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പം നോക്കി നിക്കൽ ഹൈഡ്രോക്സൈഡ് അല്ലേ, നിക്കൽ 2+ ഉണ്ട്, അതേപോലെ 2 OH- ഉണ്ട്. അവിടെ ഇയാളുടെ സോല്യൂബിലിറ്റി S ആണെങ്കിൽ ഇവിടെ ഒരു നിക്കൽ 2+ അല്ലേ, അപ്പൊ S. ഇവിടെ 2 OH- അല്ലേ, അപ്പൊ 2S ആയിട്ട് എടുക്കണം. കഴിഞ്ഞിട്ടില്ല, NaOH അത് നോർമൽ വാട്ടർ ആണ്, ഇത്ര മതി. പക്ഷെ ഇത് NaOH-ലും ഒരു OH- ഇവിടെ ഉണ്ട്, കോമൺ ആയിട്ടുള്ള ഒരാൾ ഇവിടെ വരുന്നുണ്ട്. NaOH സ്ട്രോങ് ഇലക്ട്രോലൈറ്റാ. 0.1 NaOH ഉണ്ടെങ്കിൽ 0.1 Na+ കിട്ടും, 0.1 മോളാർ OH- കിട്ടും. അയോണിക് പ്രൊഡക്റ്റിന്റെ ഇക്വേഷൻ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് നിക്കൽ 2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- അല്ലേ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് നിക്കൽ 2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- കോയിഫിഷ്യന്റ് 2 ആയതുകൊണ്ട് അത് പവറിൽ കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന കാര്യമൊക്കെ. അപ്പൊ നിക്കൽ 2+ കോൺസെൻട്രേഷൻ എന്താ, S ആണ്. OH- കോൺസെൻട്രേഷൻ എന്താ, 2S മാത്രമാണോ? അല്ല, ഇതിൽ നിന്നും കുറച്ച് OH- കിട്ടുന്നുണ്ട്, അതും കൂടി ആഡ് ചെയ്യണം. 2S + 0.1 ആണ്. ഞാൻ വീണ്ടും പറഞ്ഞു, എന്ത് ഇത് സ്പാരിംഗ്ലി സോലുബിളാ. S വളരെ കുറവായിരിക്കും, 0.1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ S വളരെ കുറവാ. അപ്പൊ എനിക്കിതിനെ നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ S × 0.1² = 2SP എന്ന് എഴുതാം. QSP ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ S സോൾവ് ചെയ്യുക, ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഇതൊന്ന് ഒറ്റ പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ആ ഭാഗം പോയിട്ട് നോക്കണം കേട്ടോ. ലൂയിസ് കൺസെപ്റ്റ്, അർഹീനിയസ് കൺസെപ്റ്റ് ആൻഡ് ലോറി ബ്രോൺസൺ കൺസെപ്റ്റ്. അതിന്റെ ആ ആസിഡ് ബേസും തമ്മിലുള്ള കൺസെപ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുക. കോൺജുഗേറ്റ് ബേസാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരാളുടെ കോൺജുഗേറ്റ് ബേസ് എങ്ങനെ കണ്ടുപിടിക്കുക, അയാളിൽ നിന്നും H+ ഒഴിവാക്കിയാൽ മതി. ഒരാളുടെ കോൺജുഗേറ്റ് ആസിഡ് എങ്ങനെ കണ്ടുപിടിക്കുക, അയാളിലോട്ട് H+ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. H2O കോൺജുഗേറ്റ് ആസിഡ് ആരാ, ഒരു H+ ആഡ് ചെയ്ത് കൊടുക്കുക, H3O+. H2O കോൺജുഗേറ്റ് ബേസ് ആരാ, ഒരു H+ റിമൂവ് ചെയ്യും, OH-. അപ്പൊ ഇവിടെ കോൺജുഗേറ്റ് ബേസ് ആണ് ചോദ്യം. അപ്പൊ H2O ഒരു H+ ഒഴിവാക്കുക, OH-. HF ഒരു H+ ഒഴിവാക്കുക, F-. അപ്പൊ OH- F-, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടാവും, അത് പോയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എല്ലാ ചോദ്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. വീണ്ടും നോക്കിക്കേ, വീണ്ടും ചോദ്യം എവിടെ നിന്നാ വന്നത്, KSP എന്നാണ് വന്നിട്ടുള്ളത്. അതായത് pH എന്നല്ല ചോദ്യം. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ pH തന്നിട്ടുണ്ട്, കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ KSP കണ്ടുപിടിക്കാം. ഇതൊക്കെ എങ്ങനെ ചെയ്യാം മക്കളെ, ഇപ്പം കിട്ടുന്നില്ല പ്രശ്നമല്ല. പക്ഷെ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഓക്കെ, pH തന്നിട്ട് KSP ചോദ്യം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ കിട്ടുക, Ca2+ഉം 2 OH- അല്ലേ. ഇത് S ആണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്താൽ 2S എഴുതിക്കൂടെ. അപ്പൊ KSPന്റെ ഇക്വേഷൻ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് Ca2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- സ്ക്വയർ വേണം, കാരണം ഇവിടെ 2 ഉണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് Ca2+ S ആണ്, കോൺസെൻട്രേഷൻ ഓഫ് OH- 2S ആണ്. 2Sന്റെ സ്ക്വയർ എടുക്കണം, അപ്പൊ 4S³ കിട്ടും. ഈ 4S³ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതിന് ഹിന്റ് ക്വസ്റ്റ്യനിൽ pH തന്നിട്ടുണ്ട് മക്കളെ. pH 9 ആണെങ്കിൽ pHഉം pHഉം കൂട്ടിയ 14 അല്ല കിട്ടുക, അറ്റ് 298 കെൽവിനിൽ. ടെമ്പറേച്ചർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കത് 14 ആയിട്ട് എടുക്കാം. ഓക്കെ, pH = 9. അപ്പം pOH എന്തായിരിക്കും, 5 ആയിരിക്കും അല്ലേ. pOHന്റെ ഇക്വേഷൻ എന്താ, -log-OH- അല്ലേ. അപ്പൊ -log-OH- 5 ആവണമെന്നുണ്ടെങ്കിൽ എടാ ഇവിടെ 10⁻⁻5 വന്നാലല്ലേ ഇവിടെ 5 കിട്ടുള്ളൂ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് OH- എന്താ, 10⁻5. കോൺസെൻട്രേഷൻ ഓഫ് OH- ഞാൻ എന്തായിട്ട് എടുത്തത് ഇവിടെ, പെട്ടെന്ന് പറ, എന്തായിട്ട് എടുത്തത്, 2S ആയിട്ടാണ് എടുത്തത്. അപ്പൊ ആക്ച്വലി കോൺസെൻട്രേഷൻ ഓഫ് OH- 10⁻5 ആക്ച്വലി എന്താണ്, ഈ 2S ആണ്. അപ്പൊ 2S ആണ് 10⁻5. അപ്പൊ S എന്താ, 10⁻5/2 അല്ലേ. അപ്പൊ ഇതാണ് S. ഈ S പോയിട്ട് ഈ ഇക്വേഷനിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് KSP = 4 × S³. അതായത് 4 × S എന്താ, 10⁻5/2. അതിന്റെ ക്യൂബ് എടുത്താൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ആ ചോദ്യം എന്ത് ചെയ്യുക, പ്രാക്ടീസ് വീണ്ടും ചെയ്ത് പഠിക്കാം. ഓക്കെ, അത്രേ ചെയ്യാനുള്ളൂ കേട്ടോ. അടുത്തത്, വിച്ച് വിൽ മേക്ക് ബേസിക് ബഫർ. വീണ്ടും കണ്ടില്ലേ, സോൾബിലിറ്റി പ്രൊഡക്റ്റ്, ബഫർ, സോൾബിലിറ്റി പ്രൊഡക്റ്റ്, ബഫർ. അവിടെ നിന്ന് തന്നെയാണ് കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, വരുന്നത് കേട്ടോ. അപ്പൊ വിച്ച് വിൽ മേക്ക് ബേസിക് ബഫർ എന്നല്ല ചോദ്യം. ബേസിക് നമുക്ക് നോക്കാം. ഞാനിത് ആൻസർ ഇവിടെ എഴുതി കൊണ്ടുവരാൻ കാരണം ഇത് ചെറിയൊരു സെക്ഷൻ വീഡിയോ അല്ല, അതുകൊണ്ട് തന്നെ ഓരോന്ന് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും കുറേ സമയം പിടിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആൻസറിലോട്ട് കിടക്കാം.
ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, HCl എത്ര എടുത്തു? 10 മില്ലി. എങ്ങനെ 10 മില്ലി മോളാണെന്ന് മനസ്സിലായി? കാരണം മൊളാരിറ്റി തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എന്ത്? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്ററിന്. മില്ലി ലിറ്ററിലാണെങ്കിൽ ഇൻറ്റു 1000 വേണം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾ ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ബൈ 1000. മൊളാരിറ്റി തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, ബൈ 1000 ചെയ്ത് എന്ത് കിട്ടും? അയാളുടെ മോള് കിട്ടും. അപ്പം ആ മോളിനെ മില്ലി മോളിലോട്ട് മാറ്റുമ്പോൾ 10 മില്ലി മോളാണ് കിട്ടുക. അതേപോലെ NH4OHന്റെ അങ്ങനെ തന്നെ മൊളാരിറ്റിയും വോളിയം തന്നിൽ അതിൽ നിന്ന് മോള് കണ്ടുപിടിച്ചു 20 മില്ലി മോളാണ് കിട്ടുക. ഇവിടെ ഒരു മോളിന് ഒരു മോള് മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മോള് കിട്ടും, ഇവിടെയും ഒരു മോള് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം 10ന് 10 മതി. അപ്പോൾ 10 മൊത്തം റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ 1-ന് 1 പോരെ, അപ്പോൾ 10ന് 10 പോരെ. അപ്പം ഈ 10 ആളുകൊണ്ട് ഈ 10 ആളെ ഇവിടെ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ 20-ന് 10 കുറച്ച് ബാക്കി 10 ഇവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവർ രണ്ട് റിയാക്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഒരു സാൾട്ടും കിട്ടും. അപ്പോൾ ആക്ച്വലി ഇപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ ആരുണ്ട്? ഇയാൾ മൊത്തം തീർന്നു പോയി, HCl തീർന്നു പോയി. പക്ഷെ ഇയാൾ കുറച്ച് ബാക്കിയുണ്ട്. ഇയാൾ ആരാ? വീക്ക് ബേസ് അല്ലേ? പെട്ടെന്ന് പറയും, വീക്ക് ബേസ് അല്ലേ ഇയാള്? അപ്പോൾ വീക്ക് ബേസ് ഉണ്ട്. ഇയാൾ ആരാ നോക്കിക്കേ, വീക്ക് ബേസും സ്ട്രോങ് ആസിഡും കമ്പൈൻ ചെയ്ത് കിട്ടിയ സാൾട്ട് അല്ലേ ഇയാള്? ഈ സാൾട്ട് കുറച്ച് ബാക്കിയുണ്ട്, സാൾട്ട് ഉണ്ട്. വീക്ക് ബേസ് കുറച്ച് ബാക്കിയുണ്ട്. ഈ സാൾട്ട് എന്താ? വീക്ക് ബേസും സ്ട്രോങ് ആസിഡും കമ്പൈൻ ചെയ്ത് കിട്ടിയ സാൾട്ടാ. അതിനെ വിളിക്കുന്ന പേരാ ബേസിക് ബഫർ. നോക്കിക്കേ, വീക്ക് ബേസ് ഉണ്ട്, ഇറ്റ്സ് സാൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡും ഉണ്ട്. അതാണ് ബേസിക് ബഫർ. അപ്പോൾ ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടേ? ഫസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യും? ആൻസർ ആയിട്ട് വരും. ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അതായത് ഫോളോയിങ് സൊല്യൂഷൻ വർ പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് ഡിഫറെന്റ് വോളിയം ഓഫ് NaOH ആൻഡ് HCl. ദ pH ഓഫ് വൺ ഓഫ് ദം വിൽ ബി ഈക്വൽ ടു 1. ഇതിൽ ഏതെങ്കിലും ഒരാളുടെ pH 1 ആണ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഡയറക്റ്റ് ആൻസറിലോട്ട് പോവുകയാണ്, സമയം കുറവാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി, അതായത് മൂന്നാമത്തെ ആൾ, ഇതാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അവിടെ നോക്കിക്കേ, 75 ml 1/5 മോളാർ HCl-ഉം 25 ml 1/5 മോളാർ NaOH മിക്സ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മില്ലിമോൾ എങ്ങനെ മില്ലിമോൾ കണ്ടുപിടിക്കുക? മൊളാരിറ്റി 1/5 അതിൻ്റെ വോളിയം 75. അപ്പോൾ മൊളാരിറ്റി ഇൻറ്റു വോളിയം ചെയ്താലാണ് മോള് കിട്ടുക. ഓക്കെ, പിന്നെ 1000 ഒക്കെ വരുന്നുണ്ട്, കാരണം ഇവിടെ മില്ലി ലിറ്ററിലാണ് തന്നത്, അതുകൊണ്ട് കിട്ടുന്ന ആൻസർ മില്ലി മോളിലായിരിക്കും. ഓക്കെ, അപ്പോൾ 15 മില്ലി മോൾ കിട്ടി. അതേപോലെ ഇയാളുടെ മോള് കണ്ടുപിടിച്ചൂടെ? എന്താ? മൊളാരിറ്റി 1/5 ഇൻറ്റു വോളിയം ചെയ്താൽ എന്ത് കിട്ടും? ഇയാളുടെ മില്ലി മോളും കിട്ടി. ഓക്കെ, എടാ ഒരു HCl-ന് ഒരു NaOH പോരെ? ഒരു HCl ഒരു H+, ഒരു NaOH ഒരു OH-. അപ്പം ന്യൂട്രലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു HCl-ന് ഒരു NaOH മതി. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ HCl 15 ഉണ്ട്, NaOH ഇവിടെ എത്രയാണുള്ളത്? 5 ഉള്ളത്. അപ്പം 5 NaOH-ന് 5 HCl മതി. അപ്പോൾ ബാക്കി 10 HCl ബാക്കി ഉണ്ടാവും. എഴുതി വെച്ചൂടെ? മില്ലിമോൾസ് ഓഫ് HCl റിമൈനിങ്. ഒരു NaOH-ന് ഒരു HCl മതി. അപ്പം 5 NaOH-ന് 5 HCl മതി. അപ്പോൾ ഇവിടെ 15 HCl ഉണ്ട്. അപ്പോൾ 10 ബാക്കിയായി. എഴുതി വെച്ചൂടെ? 10 ബാക്കിയായി. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പം HCl 10 മില്ലിമോൾ ഉണ്ട്. വോളിയം എത്ര? രണ്ടാളും മിക്സ് ചെയ്യുമ്പോൾ 2 വോളിയം ആഡ് ചെയ്യണ്ടേ? 75 25 മിക്സ് ചെയ്ത വോളിയം എത്ര? 100 ml അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് H+ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചൂടെ? അതായത് 10 മില്ലിമോൾ. അതായത് എങ്ങനെ കണ്ടുപിടിക്കുക? H+ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്ററിന്. മില്ലി ലിറ്ററിലാണെങ്കിൽ ഇൻറ്റു 1000 വേണം. നമ്പർ ഓഫ് മോൾ പറഞ്ഞേ. എടാ 10 മില്ലിമോൾ HCl, ഒരു HCl ഒരു H+ ഉണ്ട്. അപ്പോൾ 10 മില്ലിമോളിലോ 10 × 10⁻³ H+ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ കിട്ടി. ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ തന്നിട്ടുണ്ട്, ഇൻറ്റു 1000 ചെയ്താൽ 10⁻⁻1 ആണ് H+ന്റെ കോൺസെൻട്രേഷൻ കിട്ടുക. 10⁻⁻1 H+ന്റെ കോൺസെൻട്രേഷൻ ആണെങ്കിൽ pH എന്താ? -log 10⁻⁻1 അല്ലേ? ഓപ്ഷൻ എന്ത് വരും? അതായത് 1 അല്ലേ വരിക? അപ്പോൾ 1 വരുന്നത് ഏതാ? ഈ സിക്ക്. ഈ സി എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് B, ഇത് A, ഇത് D, ഇത് C. നേരെ പോയി C മാർക്ക് ചെയ്ത് കേട്ടോ. അത് കറക്റ്റ് ശ്രദ്ധിക്കണേ. ഇവിടെ C ഇവിടെ ഉള്ളത്. ഓപ്ഷൻ D ആണ് എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ദ സോലുബിലിറ്റി ഓഫ് BSO4 ഇൻ വാട്ടർ തന്നിട്ടുണ്ട്. BSO4ലുള്ള, അതായത് വാട്ടറിലുള്ള BSO4 സോലുബിലിറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ KSP ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ KSP എപ്പോഴും യൂണിറ്റ് നോക്കിക്കുക, എല്ലാം മോളിലും ലിറ്ററിലാണ് യൂണിറ്റ് തന്നിട്ടുള്ളത്. ഇവിടെ സോലുബിലിറ്റി തന്നിട്ടുള്ളത് നോക്കിക്കുക, ഗ്രാമിലാണ്. അപ്പോൾ ഗ്രാമിനെ നമ്മൾ അങ്ങോട്ട് മാറ്റണം, മുകളിലോട്ട് മാറ്റണം. അത്ര ചെയ്താൽ മതി. എങ്ങനെ ഒരാളുടെ മാസിനെ എങ്ങനെ, ഒരു ഗ്രാമിനെ എങ്ങനെ മുകളിലോട്ട് മാറ്റുക? അയാളുടെ മോളാർ മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? നമുക്ക് നോക്കാം. ഇയാളുടെ സോലുബിലിറ്റി തന്നിട്ടുണ്ട്. നോക്കിക്കേ, സോലുബിലിറ്റി 2.42 × 10⁻³ ഗ്രാം പെർ ലിറ്റർ. നമുക്ക് അവിടെ മുകളിലാണ് ആൻസർ വേണ്ടത് KSPന്റെ. അതുകൊണ്ട് ഇയാൾ നിങ്ങൾ മുകളിലോട്ട് മാറ്റണം. ഗിവൺ മാസിനെ എങ്ങനെയാണ് മുകളിലോട്ട് മാറ്റുക? ഗിവൺ മാസ് ബൈ അയാളുടെ മോളാർ മാസ് ചെയ്താൽ പോരെ? ഇത്രയും ഗ്രാം എത്ര മോളാന്ന് കണ്ടുപിടിക്കാൻ ഇയാളുടെ മാസ് ബൈ
മോളാർ മാസ് ചെയ്താൽ പോരെ, മതി. BSO4 മോളാർ മാസ് 233. ഇത് ചെയ്ത് നോക്കിയാൽ ഇതാണ് ഇയാളുടെ എസ് കിട്ടുക, സോലുബിലിറ്റി. അപ്പോൾ സോലുബിലിറ്റി പ്രൊഡക്റ്റാണ് വേണ്ടേ. BSO4 എന്ന് പറയുമ്പോൾ Ba2+, SO4 2- അല്ലേ. അവിടെ ഇയാൾ എസ് ആണ്, ഇയാളും എസ് അല്ലേ, കാരണം ഇത് രണ്ടിൻ്റെയും കോയിഷ്യൻ്റ് 1 അല്ലേ. അപ്പോൾ KSP = കോൺസെൻട്രേഷൻ ഓഫ് Ba2+ കോൺസെൻട്രേഷൻ ഓഫ് SO4 2-, അതായത് S² കിട്ടും. എസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ എന്തിലാണ് കിട്ടുക, ആൻസർ എന്തിനാണ്, മുകളിലാണ് കിട്ടുക. കാരണം എന്താ, ഇത് മുകളിലാണ്. അപ്പോൾ S മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ കിട്ടും. ഓക്കെ, ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് KSP മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സോലുബിലിറ്റിയും ഗ്രാമിന് മുകളിലോട്ട് മാറ്റണം. ബൈ മോളാർ മാസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാം. അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് Ag+ അയോൺ ആണ് ചോദ്യം. ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് Ag2C2O4 ഈസ് 2.2, അതായത് Ag+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് സോലുബിലിറ്റി പ്രൊഡക്റ്റ്. വീണ്ടും നോക്കിക്കേ, എത്ര തവണയായി ചോദ്യം വരുന്നത് നോക്കിക്കേ. അതായത് കോൺസെൻട്രേഷൻ ഓഫ് Ag+ തന്നിട്ടുണ്ട്, സോലുബിലിറ്റി പ്രൊഡക്റ്റ് ആണ് ചോദ്യം. ഒരേ അപ്രോച്ച് തന്നെയല്ലേ. നോക്കിക്കേ, Ag2C2O4 എന്തായിട്ടാണ് മാറുക, 2 Ag+ഉം C2O4 2- ആയിട്ടാണ് മാറുക. അത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഇയാൾ എസ് ആണെങ്കിൽ ഇവിടെ 1 2 അപ്പോൾ ഇത് 2s, ഇതൊന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് എസ് ആയിട്ട് എടുക്കാം. അപ്പോൾ KSPന്റെ ഇക്വേഷൻ എന്താ, Ag+ന്റെ കോൺസെൻട്രേഷന്റെ സ്ക്വയർ വേണേ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C2O4. Ag+ന്റെ കോൺസെൻട്രേഷൻ 2s അല്ലേ. അപ്പോൾ 2sന്റെ സ്ക്വയർ ഇൻറ്റു C2O4ന്റെ കോൺസെൻട്രേഷൻ എസ്. അപ്പോൾ 4s³ കിട്ടുക. ക്വസ്റ്റ്യനിൽ എന്ത് തന്നു, അപ്പോൾ ഈ ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ KSP, അതായത് 4s³ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്തറിയണം, എസ് അറിയണം. ആ എസ് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ കോൺസെൻട്രേഷൻ ഓഫ് Ag+ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് Ag+ ആക്ച്വലി എന്താണ്, 2s ആണ്. അതായത് അവർ 2s ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. 2s തന്നാൽ അതിന്റെ പകുതി എടുത്ത എസ് കിട്ടില്ലേ, എസ് കിട്ടി. ആ എസ് ഇവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, മതി. ആ എസ് പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4s³ KSPന്റെ ഇക്വേഷൻ കിട്ടും, KSPന്റെ വാല്യൂ കിട്ടും. അത്രയേ ഉള്ളൂ, എളുപ്പം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ഇത് എളുപ്പമാണ്. അതായത് ഒരു വീക്ക് ബേസ് ഉണ്ട്, അയാൾ എന്ത് ചെയ്തു, H+ഉമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു പിരിഡിനിയം അയോൺ കിട്ടി. ആ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആൽഫ, അതായത് ദ പെർസെൻറ്റേജ് ഓഫ് പിരിഡിൻ ദാറ്റ് ഫോം പിരിഡിനിയം അയോൺ ഇൻ എ 0.1 മോളർ അക്വസ് സൊല്യൂഷൻ, അതായത് ആൽഫയാണ് ചോദ്യം. ഓക്കെ, ഒരു ബേസ്, ഒരു ആസിഡ് H+നെ ഒഴിവാക്കാനുള്ളത് ആൽഫയാണ്, ഒരു ബേസ് H+നെ വാങ്ങാനുള്ളതും അതെന്താ ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറയുക, ആൽഫയാണ്. അപ്പോൾ ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ = ആസിഡ് ആണെങ്കിൽ Ka/C അല്ലേ, ബേസ് ആണെങ്കിൽ എന്താ വിളിക്കുക, Kb/C. ക്വസ്റ്റ്യനിൽ Kb തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, നേരെ ഡയറക്റ്റ് ഇക്വേഷനിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ ആൽഫ = √Kb/C, രണ്ടും തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൽഫയെ കിട്ടുക. ഇത് പെർസെൻറ്റേജ് ആണ് വേണ്ടത്. എങ്ങനെ പെർസെൻറ്റേജോട് കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 100 ചെയ്താൽ മതി, ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാം. അടുത്തത് വീണ്ടും സോലുബിലിറ്റി പ്രൊഡക്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു മടുത്തു അല്ലേ. ദ സോലുബിലിറ്റി ഓഫ് AgCl വിത്ത് സോലുബിലിറ്റി പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ഇൻ 0.1 മോളർ NaCl സൊല്യൂഷൻ ഷുഡ് ബി എന്ന്. ദ സോലുബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോലുബിലിറ്റി പ്രൊഡക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യുക, വീണ്ടും കോമൺ അയോൺ എഫക്റ്റ് തന്നെ അല്ലേ. നോക്കിക്കേ, AgCl Ag+ ഉണ്ട്, Cl- ഉണ്ട്. എസ് ആണ്, ഇത് എസ് തന്നെ ആയിരിക്കും. അത് വാട്ടറിലല്ല. ഇവിടെ കോമൺ അയോൺ വരുന്ന ഒരാളുണ്ട്, NaCl ഉണ്ട്. NaCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റാ. അപ്പം NaCl 0.1 എടുത്താൽ Na+ഉം Cl- 0.1 തന്നെ കിട്ടും. എത്ര കിട്ടും, 0.1 തന്നെ കിട്ടും. അപ്പോൾ KSPന്റെ ഇക്വേഷൻ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് Ag+ കോൺസെൻട്രേഷൻ ഓഫ് Cl- അല്ലേ, എഴുതി വെച്ചു. കോൺസെൻട്രേഷൻ ഓഫ് Ag+ എത്ര, എസ് ഇവിടെ എഴുതി വെച്ചു. കോൺസെൻട്രേഷൻ ഓഫ് Cl- എസ് ആണോ, അല്ല, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ S+ 0.1. ഞാൻ വീണ്ടും പറഞ്ഞു, എസ് വളരെ ചെറുതായി 0.1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനെ എനിക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ S+ 0.1 എഴുതാം. അപ്പോൾ S × 0.1 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം, സോലുബിലിറ്റി കണ്ടുപിടിക്കാൻ ചോദ്യം. KSP ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എസ് കണ്ടുപിടിച്ചാൽ 1.6 × 10⁻⁹ കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് എളുപ്പമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്ലൂറോ കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബിഹേവ് ആസ് ലൂയിസ് ബേസ്. കണ്ട് നേരത്തെ ചോദ്യം എവിടുന്ന, ലോറി ബ്രോൺസിന്റെ കൺസെപ്റ്റിനാണ്. ഇപ്പോഴോ ലൂയിസ് കൺസെപ്റ്റിനാണ് ചോദ്യം. അപ്പോൾ ആ 3 കൺസെപ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. എളുപ്പമാണ്. അതായത് ലൂയിസ് ബേസ് എന്ന് പറയുമ്പോൾ ലോൺ പെയർ വേണം. നിങ്ങൾ നോക്കിക്കേടാം, ഈ ഫോസ്ഫറസ് നോക്കിക്കേ, നൈട്രജൻ ഫാമിലിയാണ്. നൈട്രജന്റെ താഴെയാണ് ഫോസ്ഫറസ്. അപ്പോൾ നൈട്രജന്റെ അവസാന ഷെല്ലിൽ നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 2,5, അവസാന ഷെല്ലിൽ 5 ഇലക്ട്രോണാണ്. അപ്പോൾ നൈട്രജന്റെ താഴെയുള്ള ഫോസ്ഫറസിന്റെ അവസാന ഷെല്ലിലും 5 ഇലക്ട്രോണാണ്. അവസാന ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ആൾ 3 ബോണ്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു ബോണ്ട് ഉണ്ടാക്കാൻ ഒരാൾ 1 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യും.
അപ്പം 3 ബോണ്ട് ഉണ്ടാക്കാൻ 3 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷവും ബോണ്ട് ഉണ്ടാക്കാതെ ഇരിക്കുന്ന 2 ഇലക്ട്രോൺ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാ ലോൺ പെയർ. അപ്പൊ ഇയാളുടെ അടുത്ത് ആക്ച്വലി ലോൺ പെയർ ഉണ്ട്. ലോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ബേസ്. ഓപ്ഷൻ എന്താ മാർക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും സോലുബിലിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ചോദ്യം. MyUം NY3 എന്നുള്ള 2 നിയർലി ഇൻസോലുബിൾ സാൾട്ട് ഉണ്ട്. രണ്ടാളുടെയും KSP സെയിം തന്നെയാണ്. എന്നിട്ട് ഇതിൽ ഏതാ ശരി എന്നാണ് ചോദ്യം. എളുപ്പം നമുക്ക് സോലുബിലിറ്റി കണ്ടുപിടിക്കാം. KSPയിൽ നിന്നും സോലുബിലിറ്റി കണ്ടുപിടിക്കാം. സോലുബിലിറ്റി പ്രൊഡക്റ്റിൽ നിന്നും സോലുബിലിറ്റി കണ്ടുപിടിക്കാം. My എന്താ? M+ഉം Y- അല്ലേ? അപ്പൊ ഇത് S ആണ്, ഇത് S അല്ലേ? KSPന്റെ ഇക്വേഷൻ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് M+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Y- അല്ലേ? അതായത് S ഇൻറ്റു S അല്ലേ? S². അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് S കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ റൂട്ട് എടുക്കുക. എടാ ഇതിനൊക്കെ എടുക്കുമ്പോൾ 10⁻13 10⁻14 ആക്കിയിട്ട് 6.2 62 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ 10⁻14ന്റെ റൂട്ട് 10⁻7 പെട്ടെന്ന് എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, ബാക്കി ഇത് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ, നിങ്ങൾ ഇതിന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി NY3 എന്താ? N3+ഉം 3Y- അല്ലേ? KSPന്റെ ഇക്വേഷൻ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് N3+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Y- ക്യൂബ് എടുക്കാൻ മറക്കരുത്. ഇതെത്ര? S. ഇതെത്ര? 3S അല്ലേ? അപ്പൊ S ഇൻറ്റു 3S ക്യൂബ് എടുക്കണം. ഇപ്പൊ 27S⁴ കിട്ടുക. ഇപ്പൊ 27S⁴ ഈ വാല്യൂ തന്നെ, രണ്ടും സെയിമാ. അപ്പൊ അതിൽ നിന്ന് S കണ്ടുപിടിച്ചാൽ ഇത് 10⁻4 റേഞ്ചിലാണ്. ഇതിന് 10⁻14 ആയിട്ട് എടുക്കണം കേട്ടോ. സോറി, ഇതിന് 10⁻12 ആയിട്ട് എടുക്കാം. അതിന് ബൈ 4 ചെയ്യുമ്പോഴാണ് 10⁻4 കിട്ടുക. സോറി, 10⁻3 റേഞ്ച് കിട്ടുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും ഇത് 10⁻7 ഇത് 10⁻4 അല്ലെങ്കിൽ 10⁻3 റേഞ്ചിലാണ്. ഓക്കെ, അപ്പൊ അതിലാരാ കൂടുതൽ? ഇതല്ല കൂടുതലടാ. ഈ നമ്പർ വെച്ച് നോക്കുമ്പോൾ ഇതല്ല കൂടുതൽ ആണ്, ഇതാണ് കൂടുതൽ. അപ്പം ഇയാളുടെ സോലുബിലിറ്റി കുറവാ ഇയാൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? ദ മോളാർ സോലുബിലിറ്റി ഓഫ് My ഇൻ വാട്ടർ ഈസ് ലെസ് ദാൻ NY3. ഓപ്ഷൻ ഡി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, വാട്ട് ഈസ് എ pH ഓഫ് റിസൾട്ടിംഗ് സൊല്യൂഷൻ വെൻ ഈക്വൽ വോളിയം ഓഫ് 0.1 മോളാർ NaOH ആൻഡ് 0.01 മോളാർ HCl ആർ മിക്സ്ഡ്? ഇത് എളുപ്പമല്ല ശരിക്കും. ആലോചിച്ച് നോക്കിക്കേ. സിസ്റ്റം എന്തായാലും അസിഡിക് ആയിരിക്കോ ബേസിക് ആയിരിക്കും? അതായത് എൻ്റെ അടുത്ത് 0.1 മോളാർ NaOHും 0.01 മോളാർ HCl ഉള്ളത്. അതെന്തായാലും കൂടുതൽ ആരാ? അവിടെ ബേസിക് രണ്ടാളും സ്ട്രോങ് ആണ്. ഇവിടെ കൂടുതൽ ആരാ? NaOH ആണ് കൂടുതൽ. അപ്പൊ എന്തായാലും റിയാക്ഷന് ശേഷം ആരെ ബാക്കി ഉണ്ടാവുക? NaOH ബാക്കി ഉണ്ടാവുക. NaOH ബാക്കി. അപ്പൊ സിസ്റ്റം ബേസിക്കാ. സിസ്റ്റം ബേസിക് എന്ന് പറയുമ്പോൾ pH 7നേക്കാളും കൂടുതലായിരിക്കുമല്ലോ. 7നേക്കാളും കൂടുതൽ pH വരുന്ന ഒറ്റ ഓപ്ഷനിൽ അതിലുള്ളൂ. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അത്ര മതി. ഇനി വലിയ ഇക്വേഷൻ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇക്വേഷൻ വെച്ചിട്ടും പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. HCl NaOH കമ്പൈൻ ചെയ്ത് NaCl കിട്ടും. ഇവിടെ 1 മതി. അപ്പം 0.01 0.01 മതി. 0.1 എടുത്തിട്ടുണ്ട്. അപ്പൊ 0.01 മൊത്തം റിയാക്ട് ചെയ്ത് പോവും. അതുകൊണ്ടാണ് ബാക്കി 0 ആയത്. അപ്പൊ ഇത് 0.1 1 പോരെ. അപ്പൊ 0.01 0.01 മതി. അപ്പൊ 0.1 0.01 കുറച്ച് ബാക്കി, ഇയാൾ ഇത്രയും ബാക്കിയുണ്ട്. ഓക്കെ, അപ്പം ഇയാളുടെ OH- കോൺസെൻട്രേഷൻ എന്താ? രണ്ടാളും മിക്സ് ചെയ്താൽ വോളിയം ഡബിൾ ആയില്ലേ? വോളിയം ഡബിൾ ആകുമ്പോൾ കോൺസെൻട്രേഷൻ എന്താവും? ഹാഫ് ആവൂലേ? അപ്പൊ ഇയാളുടെ കോൺസെൻട്രേഷന്റെ ഹാഫ് എടുക്കണം. അപ്പോൾ OH- കോൺസെൻട്രേഷൻ കിട്ടി. OH- കോൺസെൻട്രേഷൻ കിട്ടിയാൽ POH കിട്ടും. POH കിട്ടിയാൽ 40 POH മൈനസ് ചെയ്താൽ PH കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ക്വസ്റ്റ്യനിൽ. കാരണം എന്തായാലും എക്സസ് ആയിട്ട് ഇയാളാണ് ഉണ്ടാവുക. അപ്പോൾ സിസ്റ്റം ബേസിക് ആയിരിക്കും. pH 7നേക്കാളും കൂടുതലായിരിക്കും. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. ഇതൊക്കെ APMT നീറ്റിന് മുമ്പേ ഉള്ള ഒരു എക്സാം ആണ്. APMT അന്ന് ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സാൾട്ട് വിൽ ഗീവ് ഹയസ്റ്റ് PH? എടാ ഇത് സ്ട്രോങ്, ഇത് KOH എന്നുണ്ടായതാ, സ്ട്രോങ് ബേസ് എന്നാ. ഇത് HCl എന്നാ, സ്ട്രോങ് ആസിഡാ. അപ്പൊ ഒന്ന് സ്ട്രോങ് ആസിഡ്, ഒന്ന് സ്ട്രോങ് ബേസാ. അപ്പൊ ഹൈഡ്രോളിസിസ് ചെയ്താൽ PH എന്താ കിട്ടുക? അയാൾക്ക് ഹൈഡ്രോളിസിസ് നടക്കൂല എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നോ ഹൈഡ്രോളിസിസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇത് നോക്കിക്കേടാ, Na2CO3 ഇത് സ്ട്രോങ് ബേസാ. Na2CO വരുന്ന NaOH എന്നാ, സ്ട്രോങ് ബേസാ. CO3 വന്നത് H2CO3 ആ. H2CO3 വീക്ക് ആസിഡാ. ഇത് എങ്ങനെ കിട്ടുന്നത്? NaOHും H2CO3 കമ്പൈൻ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ ഇത് സ്ട്രോങ് ബേസും വീക്ക് ആസിഡും. അപ്പം സ്ട്രോങ് ബേസും വീക്ക് ആസിഡും കമ്പൈൻ ചെയ്ത് കിട്ടിയ സാൾട്ടിന്റെ ഹൈഡ്രോളിസിസ് ആ ഇക്വേഷനിൽ ഉണ്ടാകും 7+ ഉണ്ടാവുള്ളൂ. PH എന്തായാലും കൂടുതലായിരിക്കും. ഇതിന് ഹൈഡ്രോളിസിസ് നടന്നാൽ കിട്ടുന്ന സിസ്റ്റം ബേസിക് ആയിരിക്കും. കാരണം സ്ട്രോങ് ബേസും വീക്ക് ആസിഡും അല്ലേ.
അപ്പോൾ ബേസിക് ആയിരിക്കും pH, ഏറ്റവും ഹയസ്റ്റ് pH ഇയാൾക്കായിരിക്കും. ഓപ്ഷൻ സി എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ അയോണിക് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് തോന്നുന്നത് ഏതാ, നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ഭാഗം ഏതാണെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഓർഡറിൽ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള കുട്ടികൾക്കും അത് കിട്ടിക്കോളും. ഓക്കെ, ഞാൻ പറയാം. സോലിബിലിറ്റി പ്രൊഡക്റ്റ് ആണ്, പിന്നെ ബഫറാണ്. അസിഡിക് ബഫറിൻ്റെയും ബേസിക് ബഫറിൻ്റെ ഇക്വേഷൻസ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. പിന്നെ പഠിക്കേണ്ടത് pH കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പോയിട്ട് നിർബന്ധമായിട്ടും നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ചോദിക്കുക. അയോണിക് ഇക്വിലിബ്രിയം ഭയങ്കര ടഫാണെന്നൊന്നും നിങ്ങൾ വിചാരിച്ചിരിക്കണ്ട. ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ഇക്വേഷനിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലപോലെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. വേറൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വേറൊരു സെക്ഷനിൽ കാണാം. ടാറ്റാ.